ഇവനിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? NCR ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ മാനന്തവാടി ടൗണിനടുത്താണ്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒരു വനത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള നഗരവനം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മാനന്തവാടി KSRTC ബസ് ഡിപ്പോയിൽ നിന്നും വരുന്ന വഴിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റും എടുത്ത് ഞാൻ നേരെ അകത്തേക്ക് കടന്നു. 50 രൂപയാണ് ബൈക്ക് പാർക്ക് ചെയ്യാനും എൻട്രി ഫീസായിട്ടും വാങ്ങിച്ചത്. അകത്ത് കടന്ന് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഒരു മാനിനെയാണ്. ശരിക്കും ജീവനുള്ള പോലെ തോന്നും, പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓരോരുത്തരെയും നക്ഷത്രത്തിന് ഇണങ്ങിയ മരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കും വിശ്വാസമുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടോ? നക്ഷത്രം മകയിരം, വൃക്ഷം കരിങ്ങാലി, തിരുവാതിര കരിമരം, ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളുടെ പേരും മുകളിൽ നക്ഷത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അധികം ചിത്രശലഭങ്ങളൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. എങ്കിലും അവിടെ വയനാട്ടിൽ കണ്ടുവരുന്ന പ്രധാന ശലഭങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത്രയും ചിത്രശലഭങ്ങളുണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ചിത്രശലഭങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെടികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും മുമ്പോട്ട് ചെന്നത് ഓക്സിജൻ പാർലർന്ന് ബോർഡ് വെച്ചിട്ടുള്ളൊരു സ്ഥലത്താണ്. ബ്യൂട്ടി പാർലർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ്. നമ്മുടെ നാടിൻ്റെ പോക്കനുസരിച്ച് ചിലപ്പം ഓക്സിജൻ പാർലറും ഇനി തുറക്കേണ്ടതായിട്ട് വരും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിക്കും ഇതൊരു ഓക്സിജൻ പാർലർ തന്നെയാണ് കേട്ടോ, തമാശയല്ല. തിരക്കേറിയ നഗരങ്ങൾക്ക് നടുവിൽ ഇതേപോലെ ഒരു വനമുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഓക്സിജൻ പാർലർ തന്നെയാണ്. ഞാനിതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചൊരു ചേട്ടൻ നടന്നിറങ്ങുന്നത് നോക്കി ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് കേട്ടോ. ശരിക്കും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ, മക്കളെയും കൂട്ടി വരുവാണെങ്കിൽ ഒന്ന് റീഫ്രഷായി പോകാൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല ഓക്സിജനും നല്ല കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. ഞാനും ആ പടികളിറങ്ങി അവരുടെ പുറകെ താഴേക്ക് ഇറങ്ങി. ശരിക്കും ഇവിടെ ഒരു ഫുൾ ഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇഞ്ചി മഞ്ഞൾ വർഗ്ഗത്തിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ 1500 ഇനം സസ്യങ്ങൾ ഈ വർഗ്ഗത്തിലുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ച കാര്യമല്ല, എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യങ്ങളില്ല. കുറേയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. ഞാൻ നോർത്തിലായിരിക്കുമ്പോഴേ, ഞാനിപ്പോൾ ഒരു 1-2 വർഷമായിട്ടുള്ള നോർത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ട് 10-20 വർഷത്തോളം എൻ്റെ ജീവിതമൊക്കെ നോർത്തിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ അടുത്താണെങ്കിലും പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എവിടെയാണെങ്കിലും എല്ലാം ഉള്ളതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു സൈഡിൽ പാർക്കുകളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കും. അവിടെ ചെറിയ മരങ്ങളും എല്ലാം നട്ട് ആൾക്കാർക്ക് വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതൊക്കെ ശരിക്കും നല്ല ഇതേപോലെയുള്ള ടൗൺ ഏരിയകളിലൊക്കെ ഇങ്ങനെ പാർക്കും ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട്, ഈവനിങ്ങിൽ വന്നിട്ട് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്ന് റിലാക്സ് ആകാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ശരിക്കും ഇങ്ങനെയൊക്കെ വേണം. കാരണം എല്ലാവർക്കും ഒന്നും ഒത്തിരി സ്ഥലങ്ങളോ അല്ലെങ്കിൽ വലിയ മിറ്റമോ ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ടൗൺ ഏരിയകളിലൊക്കെ ചെറിയ പാർക്കുകളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി, അല്ല, നിങ്ങളും ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാടിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എത്രയൊക്കെ നല്ല സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ചില ആളുകൾ വന്നിട്ട് വൃത്തിഹീനമാക്കി ഇട്ടിട്ട് പോകുന്നത് പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എത്ര നല്ല ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെയെല്ലാം വൃത്തിഹീനമാക്കാനും കുറേ ആളുകളുണ്ടാവും. അന്തരീക്ഷ താപനില
മരത്തിൻ്റെ കീഴിൽ തുറസായ സ്ഥലത്തെ അപേക്ഷിച്ച് 1 ഡിഗ്രി സെൽഷ്യസ് കുറവാണെന്ന്. ഒരു വർഷം ഒരു മരം 1.4 കിലോഗ്രാം അന്തരീക്ഷ പൊടിപടലങ്ങൾ തടഞ്ഞു നിർത്തി നീക്കം ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോഴേ ഇഷ്ടംപോലെ സ്ഥലം ഇത് കണ്ടോ, ഇരിക്കാനായിട്ട്, റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടുത്തെ മരത്തിൻ്റെയൊക്കെ ഒരു സൈസ് കാണണം. വട്ട, മക്കാറങ്ക, ഇൻഡിക്ക, ഇതൊക്കെ അല്ലേ. ഇതുണ്ട്, ആ കാണുന്ന മരം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ മരത്തിൻ്റെ ചുവട് ശരിക്കും അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല. നല്ല സൈസ് ഉണ്ട് കേട്ടോ മരത്തിന്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. ശരിക്കും ഇതേപോലെ തിരക്കേറിയ, ഇത്രയും തിരക്കുള്ള ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിനുള്ളിൽ ഇതേപോലെ ഒരു ഫോറസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇത്രയും കാലമായിട്ട് എനിക്കും അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതിലൂടെ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പലതവണ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും എന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതുണ്ടോ, കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? നല്ല രസമല്ലേ. മുകളിൽ നിറയെ മരങ്ങളും ചുറ്റും മരങ്ങൾ കേട്ടോ. ഇത് കയറി വരുന്ന വഴിയാണേ. ആഹാ, എന്ത് സുഖമല്ലേ. പക്ഷികളുടെ നാദവും പക്ഷികളുടെ പാട്ടും ചീവേടുകളുടെ സൗണ്ടും ചുറ്റും മരങ്ങളും ഒരു പ്രത്യേക വൈബ് കേട്ടോ. ഈ നടക്കാനുള്ള വഴികളും പിന്നെ ഇതേപോലെ ഇരിപ്പിടങ്ങൾ ഒഴിച്ച് ബാക്കി ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ലേ, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകലെന്ന് പറയുന്നത്. അതുമല്ല, നമ്മളെന്തിനാ അകത്തേക്ക് കയറി പോകുന്നത്? ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്കിങ്ങനെ നടന്നാൽ പോരെ. ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, അടിപൊളി. അതിനിപ്പുറയായിട്ട് പിള്ളേർക്കിരുന്ന് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ അടിപൊളി. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് ജംഗിൾ കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേ ഉണ്ട് കേട്ടോ. ഇവിടെ ചായയും വെള്ളവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും മണ്ണ് കൊണ്ടുണ്ടാക്കിയാണ് വിചാരിച്ചത്. സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണിൻ്റെ പെയിൻ്റ് അടിച്ചേക്കുന്നത്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേണ്ടില്ലേ, വള്ളികളുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രസം കേട്ടോ. ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മരം പോലെ ഉണ്ടാക്കി. നല്ല രസമുണ്ടല്ലേ, ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ. തൊട്ടുമുള്ളിൽ ഫോറസ്റ്റ്, അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ. എന്നാ സംഭവം, അത് ബസ് സ്റ്റോപ്പ് പോലെ അല്ലേ. രസമുണ്ട് കേട്ടോ. എന്തായാലും വേണ്ട, തൊട്ടപ്പുറം ആ ഒരു എന്താ പറഞ്ഞത്, അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം അല്ലേ. എന്തായാലും ശരിക്കും നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇല്ലി പൊട്ടിച്ചിട്ട് വിരിച്ചേക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ കൂളിംഗ് എന്നറിയോ? നല്ല രസം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇടുന്നതിന്. അടിപൊളിയല്ലേ. ഇതൊക്കെ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ പണ്ടത്തെ പുല്ല് മെഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇല്ലി കൊണ്ട് തന്നെ ഇങ്ങനെ മറച്ചേക്കുക. രസമുണ്ട് എന്തായാലും. ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോഴൊരു കാഴ്ച കേട്ടോ. ആ താഴെ ചെറിയൊരു അരുവിയൊക്കെ അതിൽ ഒഴുകുന്നുണ്ട്. ഇതിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. ചെറിയൊരരുവിയാണ്. എന്ത് രസമാണെന്ന് നോക്കി. ചേച്ചി ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ചായ കുടിക്കാം. ഇവിടെ താഴേക്ക് ഇറങ്ങണം. അയ്യോ, ചേച്ചി ചായ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഷേർലി. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് തവിഞ്ഞാൽ. എത്ര മണി വരെ ഉണ്ട് ഇത്? രാവിലെ 9:20 തൊട്ട് വൈകുന്നേരം 5:20 വരെ. അതെയോ, ഓക്കെ. ചായ ഇല്ലാതെ എനിക്ക് വ്ളോഗില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ചായ കുടിച്ചിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഞാൻ ചായ കുടിച്ചിട്ട് ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. ഇത് കുറേ ഡെവലപ്പ് ആക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവിടെ ഈ കാണുന്ന കുറച്ച് തുറസായ സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ച് ഒരു കുളമൊക്കെ ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കി അവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ തേനീച്ച വളർത്താനും ഇതിലൂടെ ഒരു ചെറിയ അരുവി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. രസമുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണത്തില്ല, അങ്ങൊരു കുളമുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇവിടുന്ന് അങ്ങോട്ട് റോപ്പൊക്കെ
സെറ്റാക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. പിന്നെ കുറേ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. ഇവിടെ പലതരം പക്ഷികളുടെ സൗണ്ടും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഒരു ദിവസം വരാം അല്ലേ ചേച്ചി? ഓക്കെ ബൈ. അതൊക്കെ മുമ്പോട്ട് പോകാം അല്ലേ? ഞാനിതിൽ ഒരിക്കൽ വന്നതാണ്. അപ്പം 2 മണിക്കൂർ നേരത്തെ സമയം കേട്ടോ നമുക്ക് ഒരു പാസ്സിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേറെ പാസ് എടുത്തിട്ട് നമുക്ക് പിന്നെയും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇന്ന് മിക്കവാറും 2ാമത് പാസ് എടുക്കേണ്ടി വരും, കാരണം ഇപ്പോൾ കുറേ സമയമായി. ശരിക്കും ഞാനിവിടെ വന്നപ്പോൾ റിലാക്സ് ആയിട്ടോ. വീട്ടിലിരുന്ന് ഭയങ്കരമായിട്ട് ഒരു ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ എനിക്ക് അങ്ങനെ തനിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത് വാഷ്റൂമാട്ടോ. ഇത് രസമല്ലേ വാഷ്റൂമൊക്കെ, ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. എനിക്ക് ഒരു ചേച്ചി 2 മക്കളെയും പിടിച്ചുകൊണ്ട് പോന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിലൂടെ ഓടി കളിച്ച്, പിള്ളേർക്കെന്നല്ല ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാ മരത്തേലും പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നീർവെട്ടി, മലർക്കായ മരം, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ പുതുതായിട്ട് എന്തൊക്കെയോ കൊണ്ടുവരുന്നതാണ് ചേച്ചി പറഞ്ഞു, എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിൽ കേബിളൊക്കെ വലിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ബോക്സും സ്പീക്കറൊക്കെ വെച്ചിട്ട് പലതരം കാടിൻ്റേതായിട്ടുള്ള ഒരു വൈബിലേക്ക് ഫുള്ളായിട്ട് കൊണ്ടുവരാനുള്ളൊരു പ്ലാനിങ് കേട്ടോ. പക്ഷികളുടെ സൗണ്ടും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നീട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് പതുക്കെ മുമ്പോട്ട് പോകാം. നോക്കിയേ രസമല്ലേ ഇത്, എൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട്. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് കേട്ടോ. ഇത് പോസ് ചെയ്ത് നിങ്ങൾ കാണണം. വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ, അതായത് 12 തരത്തിലുള്ള സമുദായക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പം ഓരോരുത്തരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അപ്പോൾ നിങ്ങൾക്ക് ബോറും അടിക്കും. അപ്പം ഇത് പോസ് ചെയ്ത് കാണുക. വയനാട്ടിൽ കണ്ടുവരുന്ന പലതരം പക്ഷികളെക്കുറിച്ചാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് കാണുക. ഒത്തിരി അറിവുകളുണ്ടാകും. പക്ഷികളെക്കുറിച്ചൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനിതൊക്കെ വന്ന് കണ്ടതിന് ശേഷമാണ് ഇത്രയൊരു അറിവ് കിട്ടിയത്. അവിടെ ഒരാൾ നമ്മളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നിങ്ങളാരും പേടിക്കരുത്, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നിൽക്കുന്നു. പേടിച്ചില്ലല്ലോ, അതവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാവേ. പലതരത്തിലുള്ള മുളകളാണ് കേട്ടോ ഇത്, അതിൻ്റെ തൈകളാണ്. ഇതൊന്നും വായിക്കൊള്ളിയില്ല കേട്ടോ, എനിക്കും പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാർവി ഫോളിയ മുള, ഇതിന് കലോസ്റ്റാക്കിസ് മുള, മേക്രോസ്റ്റാക്കിയ മുള. ഇത് പറഞ്ഞു തരാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ നാവ് കൊടുക്കും കേട്ടോ. അങ്ങനെ കുറേ പലതരത്തിലുള്ള ആൻഡമാൻ മുള, വള്ളിമുള, പൊന്നോട, മണ്ണിമുള, അങ്ങനെ കുറേ തരത്തിലുള്ള മുളകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. അതേക്കൂടെ എല്ലാം പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇത്രയധികം സസ്യങ്ങളുണ്ടായിരുന്നോ? അത് തന്നെ മുള തന്നെ എത്ര തരത്തിൽ എണ്ണിയിട്ട് തീരുമില്ല കേട്ടോ. കുറേ ഉണ്ട് ഇവിടെ. എൻ്റെ പുറകിൽ കാണാൻ കുറേ ഉണ്ട് ഇവിടെ. ഇനി അങ്ങ് മുകളിലേക്ക് നമുക്ക് കയറി പോകണം. ഇന്ന് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് കിടക്കില്ല, വേറെ പാസ് എടുക്കേണ്ടി വരും. എങ്കിലും കയറി പോവാം. നട്ടൻസ് മുള, സിക്കിം മുള. വേറൊരു സംഭവം, ഇന്ന് മലയാളികൾ ശരിക്കും കാണേണ്ട ഒരു സംഭവം കേട്ടോ. ഇത് പോസ് ചെയ്ത് കാണുക. നിങ്ങൾ സ്മാർട്ടാണോ? ആർ യു സ്മാർട്ട്? എങ്കിൽ ആണോ എന്നറിയാനായിട്ട് ഇത് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ ഇത് ഉണ്ടോ വെട്ടുകല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെട്ടുകല്ലിൻ്റെ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ആ വെട്ടുകല്ല് പാകി നടകൾ ഉണ്ടാക്കിയേക്കുവാണേ. പതുക്കെ നട കയറി മുകളിലേക്ക് നമ്മൾ പോവാം. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചൊരു സംഭവമാണ്. വയനാടിൻ്റെ ചരിത്രമാണ് ഈ എഴുതിയേക്കുന്നത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പം ഓരോ മരത്തിനും ചുവട്ടിലായിട്ട് ഇങ്ങനെ എഴുതി തൂക്കിയിട്ടേക്കുന്നത് കാണാം.
ഇത് 5ാമത്തെ ബോർഡിൽ നമ്മുടെ പഴശ്ശിരാജനെ കുറിച്ച് കുറേ വയനാടിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ബോർഡുകളൊക്കെ വായിച്ചാൽ മതി കേട്ടോ. ശരിക്കും എല്ലാം മരത്തിൻ്റെ ചോട്ടിൽ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് നല്ല കാട കേട്ടോ, ഇതുണ്ടോ, നല്ല കാട ഇതിൻ്റെ താഴേക്ക്. കുറച്ചങ്ങ് കയറി വന്നപ്പോൾ കാണാൻ സാധിച്ച ഒരു ബോർഡാണ് കേട്ടോ. കേരള വനത്തിൽ കാണപ്പെടുന്ന പൂച്ച വർഗ്ഗങ്ങൾ, പലതരത്തിലുള്ള പൂച്ച വർഗ്ഗങ്ങൾ. അത് കണ്ട് മടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ താഴേന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും നല്ല കാടാണ് കേട്ടോ. അയ്യോ, പേടിച്ചു പോയി. എന്താ കുറച്ച് ഞാനിത് കണ്ട് പേടിച്ചു പോയിട്ടോ. അതെ, ഇവനിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതുണ്ടോ, പെട്ടെന്ന് ഇവനെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്ന് പേടിക്കും കേട്ടോ. ആരാണെങ്കിലും ഞാൻ വലിയ കാര്യത്തിന് ചുറ്റുമുള്ള നമ്മുടെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കയറി വരുമ്പോഴാണ് പെട്ടെന്ന് ഇവനെ കാണുന്നത് കേട്ടോ. അല്ലേ, പെട്ടെന്ന് പേടിച്ച് പോവും. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി പോവാം. എൻ്റെ അമ്മച്ചിയോ ഒന്ന് കുനിഞ്ഞ് കയറണം കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് ഈ വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. നല്ല രസമല്ലേ? ഇതുണ്ട്, ഇതൊരു സത്യമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവനുള്ള വസ്തു മരമാണ് അല്ലേ? കാരണം ഒരു മരം ചെയ്യുന്ന കടമകൾ എന്തൊക്കെയുണ്ടെന്നറിയോ? ഓക്സിജൻ തരുന്നു, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്ക് കേട്ടോ. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ അടിപൊളി രസം കേട്ടോ. മരം വെട്ടി കീറി വെച്ചേക്കുന്ന പോലെ സീറ്റ് ഉണ്ടാക്കിയേക്കുന്ന നോക്കിക്കേ, എന്ത് രസമല്ലേ? അതേപോലെ വനത്തിലെ വന്യമൃഗങ്ങളുടെ ജീവിത ദൈർഘ്യം, എത്ര വർഷം വരെ ഓരോ ജീവികളും ജീവിച്ചിരിക്കുമെന്ന് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് പിന്നെ എക്സ്ട്രാ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇവിടെ വേറെ ഒരു സംഭവം നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നത്തുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് എക്സിറ്റ് ആകാറായി കേട്ടോ. ഒരു മരത്തിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നോ, ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതേ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു പൊത്ത്, ഇതിനകത്ത് വേണേൽ ഒരാൾ കയറിയിരിക്കാം. എൻ്റെ പൊന്നു എന്നാ വലുപ്പമല്ലേ? നമ്മൾ എക്സിറ്റ് ആകാറായി കേട്ടോ. പുറത്തെത്തി. നമ്മൾ എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ചായക്കടയെ കാണാം കേട്ടോ. അതിൻ്റെ ഇപ്പുറം ഇവിടെ കുറച്ച് ഓഫീസും, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും, ഇത് പഴയതാണെന്ന് തോന്നുന്നു, കൂട്ടിക്കിടപ്പുണ്ട്, അതെല്ലാം ഉണ്ട്. പിന്നെ പുതിയ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വേറെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. കുറേ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു കഴുകൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ? അങ്ങോട്ട് നോക്ക്, നോട്ടം കണ്ടോ? കണ്ടോ ഒരു മരം നിൽക്കുന്ന നോക്കി. എൻ്റെ അമ്മ ഇതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് തിളങ്ങുന്നുണ്ടോ? അതിൻ്റെ പേരാണ് സിൽവർ. ഞാൻ കൂർഗിലൊക്കെ പോകുമ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് സിൽവർ. ഇത്രയധികം തിളക്കമുണ്ടല്ലേ? നോക്കിക്കേ, തിളങ്ങുന്ന നോക്കിക്കേ.
അതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കിക്കേ. അതുകൊണ്ടാണ് ഇതിന് സിൽവർ എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും വെള്ളി പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം അങ്ങ് പൊളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡിലൊരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട്, ബാക്കി ശരിക്കും സിൽവർ തന്നെ അല്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? 2 മണിക്കൂർ നേരം പോയത് അറിഞ്ഞില്ല. നിങ്ങളും വയനാട് മാനന്തവാടി ഏരിയയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകുക. ശരിക്കും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ഒത്തിരി അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ